ഒരു ഒനിക്സ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ടച്ച് പാഡ് വർക്കാവുന്നില്ല. അഴിച്ചു നോക്കുമ്പോൾ ഇതാണ് കണ്ടീഷൻ. മൊത്തം കൂറയെല്ലാം കയറി ഫുള്ള് വേസ്റ്റ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും തിന്നറെല്ലാം ഉപയോഗിച്ച് മാക്സിമം ക്ലീൻ ചെയ്ത് ഇതുപോലെ എടുത്തു. എന്നിട്ടും സംഭവം കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല. വർക്കാകുന്നുണ്ട്, പക്ഷേ കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല. അതേപോലത്തെ വേറൊരു ഡിസ്പ്ലേ ബോർഡ് ഉണ്ടായി. അത് ആണ് കണക്ടറെല്ലാം സെയിമാണ്, പക്ഷേ അതിൻ്റെ മോഡലിൽ വ്യത്യാസമുണ്ട്. സ്വിച്ചുകൾ കറക്റ്റല്ല. എന്നാൽ നമുക്ക് ആ ബോർഡ് എങ്ങനെ ഇതിലേക്ക് സെറ്റാക്കാമെന്ന് നോക്കാം. സ്വിച്ചുകൾ കണ്ടോ, ഓൺ ഓഫിൻ്റെ സ്വിച്ചും ഫങ്ഷൻ്റെ സ്വിച്ചും മുകളിലും താഴെയായിട്ടാണ് വരുന്നത്. എല്ലാം വ്യത്യാസമുണ്ട്. ഓൺ ഓഫിൻ്റെ സ്വിച്ചും ഫങ്ഷൻ സ്വിച്ചും ആ ഗ്യാപ്പിലേക്ക് അങ്ങനെ ജാമാക്കി വെച്ചു. ഹോളാണെങ്കിൽ ഒരു ഹോൾ മാത്രം കറക്റ്റായിട്ടുണ്ട്. സ്ക്രൂഡാൻ്റെ ഹോള് ഇവിടെ ഒരു ഹോൾ എക്സ്ട്രാ ഇട്ടിട്ട് അവിടെ സ്ക്രൂ സെറ്റാക്കി. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോളും കൂടെ ഇട്ടിട്ട് അവിടെയും കൂടെ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഡിസ്പ്ലേ എല്ലാം സെറ്റാക്കി. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. മുമ്പേ ഉണ്ടായ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ മുകൾ വശത്തായിട്ടാണ് ഓണും താഴെ വശത്തായിട്ടാണ് അതിൻ്റെ ഫങ്ഷൻ സ്വിച്ചും വരുന്നത്. പിന്നെ ടെമ്പറേച്ചർ കൂട്ടുന്നത് മുമ്പേ ഉണ്ടായ സ്വിച്ചിൻ്റെ താഴെ വശത്തായിട്ടാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സ്വിച്ച് വരുന്നത്. കൂടാതെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന സ്വിച്ച് സൂപ്പ് എന്ന് എഴുതിയതിൻ്റെ നേരെ താഴെ വശത്തായിട്ടാണ് വരുന്നത്. സ്വിച്ചുകളുടെ സ്ഥാനം മാത്രം മാറിയിട്ടുണ്ട്. ഫങ്ഷനും കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. സ്വിച്ചിൻ്റെ സ്ഥാനം മാർക്കർ ഉപയോഗിച്ച് അവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ സംഭവം റെഡി. ഓക്കെ.